അതേസമയം മഹാരാജാസ് കോളേജ് സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആംബുലൻസിനുള്ളിൽ കയറി SFI പ്രവർത്തകർ ഫ്രറ്റേണിറ്റി പ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, പരസ്പരമുള്ള ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ദൃശ്യങ്ങളിൽ തെളിയുന്നത്? ഹലോ സ്ഥിതി ഇപ്പോൾ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെ SFI മർദ്ദിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ആംബുലൻസിൽ കയറുന്ന സമയത്ത് തന്നെ അവരെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പറഞ്ഞോളൂ. അശ്വതിയിലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ മഹാരാജാസ് കോളേജ് സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആംബുലൻസിനുള്ളിൽ കയറി SFI പ്രവർത്തകർ ഫ്രറ്റേണിറ്റി പ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു മർദ്ദനം നടന്നത്. പോലീസിനെ വകവയ്ക്കാതെയുള്ള ഒരു അതിക്രമം. നേരത്തെ SFI പ്രവർത്തകരാണ് കുത്തേറ്റ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിനെയാണ് കുത്തിയതിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. 15 KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അശ്വതി, ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്? നമ്മളോടൊപ്പം ഇപ്പോൾ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ തന്നെയാണുള്ളത്. നമുക്ക് അവരോട് തന്നെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളുടെ വിവരണം ചോദിക്കാം. എന്താണ് ഈ ദൃശ്യങ്ങൾ? മഹാരാജാസ് കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഘർഷം ഉണ്ടായിരുന്നു. അവിടെ SFIക്കാരും 3ാം വർഷ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറേയധികം സംഘർഷങ്ങളുണ്ടായിരുന്നു. ഇന്നലെ SFI പ്രവർത്തകർ ഈ 3ാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരു SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ആ വഴി വരികയായിരുന്ന ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകൻ ബിലാൽ, അദ്ദേഹം നാട്ടിൽ പോകുന്ന ഒരു പ്രവർത്തകന് ഫോൺ കൊടുക്കാൻ വേണ്ടി ആ വഴി പോയ സമയത്ത് ജനറൽ ഹോസ്പിറ്റലിന് മുമ്പിൽ ബൈക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ബിലാലിനെ ക്രൂരമായി ആക്രമിക്കുന്നത്. വലിയ ഒരു സംഘമാണ് ആക്രമിക്കുന്നത്. അക്രമത്തിൽ മർദ്ദനമേറ്റ് അദ്ദേഹം ഓടി ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ബിലാലിനെ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിക്കകത്ത് കയറിയും ആക്രമിക്കാൻ ശ്രമം ഉണ്ടായിരുന്നു. കാഷ്വാലിറ്റിയുടെ ഗേറ്റ് അടിച്ച് തകർക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റൽ സൂപ്രണ്ട് അതിൽ സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ചികിത്സക്കായിട്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു, കടവന്ത്രയിൽ. അങ്ങനെ മാറ്റാൻ തീരുമാനിക്കുന്ന സമയത്ത് ആംബുലൻസിൽ കയറ്റുമ്പോഴാണ് വീണ്ടും ഈ ഗുണ്ടകൾ കയറി വന്നിട്ട് അദ്ദേഹത്തെ ആംബുലൻസിനകത്ത് വെച്ചും ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് അക്രമത്തിൽ നേരിട്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന, അതായത് കുത്തേറ്റ സംഭവത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പങ്കുണ്ട് എന്നാണ് ആരോപണം? അതെ, അത് രാവിലെ മുതൽ SFI അത്തരമൊരു നരേഷൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് ഇത് SFIക്കാരെ കുത്തിയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ ഫ്രറ്റേണിറ്റിക്ക് യാതൊരു പങ്കുമില്ല. കാരണം അത്തരമൊരു അക്രമ സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അക്രമ സംഭവങ്ങളെ ഇടപെടുകയോ ചെയ്യുന്നൊരു മൂവ്മെൻ്റ് അല്ല ഫ്രറ്റേണിറ്റി. കഴിഞ്ഞ 7 വർഷമായിട്ട് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഒരു യൂണിവേഴ്സിറ്റി വിജയിച്ചൊരു മൂവ്മെൻ്റാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് നിരന്തരമായ അക്രമങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴൊന്നും ഞങ്ങൾ അക്രമത്തിൻ്റെതായ ഒരു പാത സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ കൂടി ജനാധിപത്യപരമായ ഒരു വഴിയിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ 3ാം വർഷ പ്രതിനിധി SFIക്ക് പരാജയപ്പെട്ടതിനെ തുടർന്ന് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ, ഇപ്പോൾ KSU പ്രവർത്തകർക്കെതിരെ, ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെ, അതേപോലെ തന്നെ MCR ഹോസ്റ്റലിലെ SFI വിരുദ്ധരായ ആളുകൾക്കെതിരെയൊക്കെ നിരന്തരമായ അക്രമങ്ങൾ, ഏതാണ്ട് 10ഓളം അക്രമ സംഭവങ്ങൾ ഇലക്ഷൻ ശേഷം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇതിൽ പോലീസും നടപടിയെടുത്തിട്ടില്ല, കോളേജ് അധികൃതരും നടപടിയെടുക്കാതെ പകരം അടികൊള്ളുന്ന കുട്ടികൾക്കെതിരെ മാത്രം ആക്ഷൻ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നു കുറച്ച് 3ാം വർഷ വിദ്യാർത്ഥികൾ ഇന്നലെ SFIയെ തിരിച്ചടിക്കുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ ഫ്രറ്റേണിറ്റിയുടെ ഒരു പ്രവർത്തനം പോലും ആ സംഭവത്തിലില്ല. നമ്മുടെ ഒരു പ്രവർത്തനം പോലും ക്യാമ്പസിൽ പോയിട്ടില്ല. കാരണം 15ാം തീയതിയിലെ നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വിദ്യാർത്ഥികളോടൊന്ന് ക്യാമ്പസിൽ പോകേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു ബിലാലിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതെന്തുകൊണ്ട്? അത് ബിലാൽ അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് വലിയ വോട്ട് നേടിയൊരു വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ ഒരു പാനൽ വോട്ടിനപ്പുറത്ത് വലിയ വിദ്യാർത്ഥി സ്വാധീനമുള്ള ഒരു കുട്ടിയാണ് ബിലാൽ എന്ന് പറയുന്നത്. വലിയ ശതമാനം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഫസ്റ്റ് DC റെപ്രസെൻറ്റേറ്റീവായിട്ട് മത്സരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനെ തുടർന്ന് അത്തരത്തിൽ വിദ്യാർത്ഥി പിന്തുണയുള്ള ആളുകളെ അക്രമകാരികളെ ചിത്രീകരിക്കുക,
എന്നുള്ളത് SFIയുടെ ഒരു രീതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബിലാൽ കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ബിലാലിനെ നിരന്തരമായി ആക്രമിക്കുന്ന ഒരു പ്രവണത ഈ ക്യാമ്പസിനകത്തുണ്ട്. ഇന്നലെ ബിലാലിന് ആക്രമണം ഏറ്റത് എവിടെ? ജനറൽ ഹോസ്പിറ്റലിൽ അടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്. ആ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മഹാരാജസിൻ്റെ ഇടയിലുള്ള ആ വഴിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടാണ് ആക്രമിക്കുന്നത്. ഈ അക്രമ സംഭവം കഴിഞ്ഞ് വന്ന SFIക്കാരാണ്, പുറത്തേക്ക് വന്ന SFIക്കാരാണ് ഇദ്ദേഹം അതിലൂടെ ബൈക്കിന് പാസ് ചെയ്യുന്ന സമയത്ത് തടഞ്ഞു നിർത്തിയിട്ടാണ് ആക്രമിക്കുന്നത്. പോലീസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? പോലീസ് ആക്രമണം നടക്കുന്ന സമയത്തില്ല, ഹോസ്പിറ്റൽ പരിസരത്തുണ്ടായിരുന്നു പോലീസ്. ആംബുലൻസിൽ കയറ്റിയ സമയത്ത് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് പോലീസ് നോക്കി നിൽക്കുകയാണ് അക്രമമൊക്കെ നടന്നത്. പോലീസ് പിന്നെ അക്രമം തടയാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അടിച്ചതിന് ശേഷമൊക്കെയാണ് അവർ പിടിച്ചു മാറ്റുന്ന പോലെ ആ വിഷ്വൽസിൽ നമുക്ക് കാണാം. അവർ അതിക്രമിച്ച് അകത്ത് കയറുന്നതും അവനെ അടിക്കുന്നതും അതിന് ശേഷമൊക്കെയാണ് പോലീസ് വരികയും ഇടപെടുകയും ചെയ്യുന്നത്. വലിയൊരു പോലീസ് സന്നാഹം ഇന്നലെ ആ കുത്തേറ്റതിന് ശേഷം സെൻട്രൽ ജനറൽ ഹോസ്പിറ്റൽ പരിസരത്തുണ്ട്. പക്ഷേ എന്നിട്ട് ഹോസ്പിറ്റലിനകത്ത് അക്രമം നടത്തിയിട്ടും ഇതിൽ പിന്നെ ആംബുലൻസിൽ കയറി അക്രമം നടത്തിയിട്ടൊന്നും പോലീസ് കാര്യക്ഷമമായ ഇടപെടൽ. പോലീസിന്റെ വലിയൊരു ഒത്താശ SFIക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്? തീർച്ചയായിട്ടും പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കുന്നത്. കാരണം ഈ കുട്ടികൾ കൊടുത്ത പരാതിയിൽ തന്നെ 10ഓളം കേസ് സെൻട്രൽ സ്റ്റേഷനിലുണ്ട്. പക്ഷേ ഈ കുട്ടികൾ കൊടുത്ത പരാതിയിൽ ഒന്നിലും ആക്ഷൻ എടുക്കാനോ SFI പ്രവർത്തകരെ പിന്നെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ കേസിലുള്ള ആളുകളൊക്കെയും ജാമ്യമില്ലാ കുറ്റമുള്ള SFI നേതാക്കളൊക്കെയും നിരന്തരമായി ക്യാമ്പസിനകത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജിനകത്ത് കൊടുത്ത പരാതിയിൽ പോലും അവർക്കെതിരെ നടപടിയില്ല. മാത്രമല്ല മറിച്ച് ഇരകളാക്കപ്പെടുന്ന കുട്ടികൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും അവരെ പിന്നെ കോളേജ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന. ഇന്നലെ നടന്ന കുത്തേറ്റ സംഭവത്തിൽ നിങ്ങളുടെ പ്രവർത്തകരുണ്ടല്ലോ? കുത്തേറ്റ സംഭവത്തിൽ അതെ അതിൽ 15 പേര് പ്രതി ചേർത്തതിൽ 4 പേര് ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരായിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 പേര് പെൺകുട്ടികളാണ്. ആ സമയത്ത് ഹോസ്റ്റലിൽ കിടന്നുറങ്ങുന്ന പെൺകുട്ടികളെ വരെയും കൊടുത്തിട്ടുണ്ട്. കാരണം അത് സംഘടനാ നേതാക്കളെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയുന്ന SFIയുടെ ഒരു നയമാണത്. കാരണം ഹോസ്റ്റലിൽ ഉറങ്ങി കിടക്കുന്ന ക്യാമ്പസിൻ്റെ പരിസരത്ത് പോലും ഇല്ലാത്ത കുട്ടികൾക്കെതിരെ കേസ് കൊടുക്കുന്നത്. ആ ക്രമസംഭവത്തിൽ ഫ്രട്ടേണിറ്റിക്ക് യാതൊരു പങ്കുമില്ല. അത് 3-ാം വർഷ വിദ്യാർത്ഥികൾ SFI തമ്മിൽ നടക്കുന്ന ഒരു ഗ്യാങ് വാറിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു അക്രമ സംഘമാണ്. അത്ര ഒരു അക്രമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, തിരിച്ചടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മുഖംമൂടി ധരിച്ചെത്തിയ ആളുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ആരൊക്കെയാണ്? ഈ 3-ാം വർഷ വിദ്യാർത്ഥികളായിരിക്കാം എന്നാണ് സംഘടനയുടെ? അത് നമുക്കറിയില്ല, അത് പോലീസാണ് കണ്ടെത്തേണ്ടത്. മുഖംമൂടി ധരിച്ചവരാണ് കുത്തിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ 1-ാം പ്രതിയായിട്ടൊരു KSU പ്രവർത്തകൻ്റെ പേര് അവർ കൊടുത്തിട്ടുള്ളത്. അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഒരു KSU പ്രവർത്തകനാണ് 1-ാം പ്രതിയായിട്ട് FIRൽ കാണുന്നത്. ഈ അബ്ദുൽ മാലിക്കിനെ കഴിഞ്ഞ ദിവസം മർദ്ദിച്ച ആളാണ്. അപ്പോൾ അവർ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ ആയിട്ടുള്ളൊരു ഫാബ്രിക്കേറ്റഡ് കേസായിട്ടാണ് ഞങ്ങളതിനെ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇനി ഫ്രട്ടേണിറ്റി ശക്തമായ നിയമപോരാട്ടം ഈ വിഷയത്തിൽ നടത്തും. അതോടൊപ്പം തന്നെ മഹാരാജാസ് ക്യാമ്പസിനകത്തുള്ള അക്രമ സംഭവങ്ങൾ ഇല്ലാതാക്കാനുള്ള ശക്തമായ വിദ്യാർത്ഥി പ്രതിരോധവും ഞങ്ങൾ ഉയർത്തും. ക്യാമ്പസിനകത്തും പുറത്തും ആ സ്വഭാവത്തിൽ ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഫിജി, എന്തായാലും ഇത്തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവത്തിലാണെന്ന് ഇപ്പോൾ ഫ്രട്ടേണിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം, അത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ഫിജി, ശരി. മഹാരാജാസ് കോളേജ് സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. AT അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നു.